എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ തുടർന്ന് ഒരുപാട് പരുക്കുകൾ പറ്റി അവശനായിട്ട് കിടക്കുന്ന ലോക്കയെ അവനെ ബാക്ക് ടു നോർമൽ ആക്കാൻ ഫുഡ് കളക്ട് ചെയ്യാനായിട്ട് ഇപ്പൊ കോൾബർഗും അതുപോലെ തന്നെ സാഞ്ചിയും സോറോയും അവർ മൂന്ന് പേരും ആ കാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഏതെങ്കിലും വലിയ ജയൻസിനെ പിടിച്ച് തല്ലിക്കൊന്ന് ലോക്കിക്ക് കൊടുക്കുക, അതാണ് ഇപ്പോഴത്തെ അവരുടെ ലക്ഷ്യം. അപ്പോഴായിരിക്കും വലിയൊരു ദിനോസർ ഇപ്പോൾ അവരുടെ നേർക്ക് വരിക. സോറോയും സാഞ്ചിയും ആണെങ്കിൽ ഇനിയിപ്പം അത് ഞങ്ങൾക്ക് വിട്ടതാ, ഉറപ്പായാലും ഞങ്ങൾ തന്നെ ഇതിനെ തല്ലിക്കൊല്ലുമെന്ന് പറയും. അത് കേട്ട് കോൾബർഗ് പറയും, എനിക്കും ഒരു അവസരം വേണം, ഞാനും നിങ്ങളോടൊപ്പം കൂടുമെന്ന് പറഞ്ഞ് അവൻ ആദ്യം അവൻ്റെ ഷീൽഡ് ഉപയോഗിച്ച് ഇപ്പോൾ ആ ഡൈനോസറിനെ തടയുകയാണ്. ആക്ച്വലി കോൾഡ്ബർഗിൻ്റെ ആ ഒരു ഷീൽഡ് അത് സംസാരിക്കുന്ന ഷീൽഡാണ്. ബിഗ് മോമിൻ്റെ ആ ഒരു ക്ലൗഡ് പവർ പോലെ ആ ഷീൽഡിനാണെങ്കിൽ ഞൊടിയിടയിൽ വലുതാവാനും ചെറുതാവാനും സാധിക്കും. ആ ഷീൽഡിനാണെങ്കിൽ ആ ഡൈനോസറിനെ കണ്ട് ഒരുപാട് ഭയം തോന്നും. പക്ഷേ വേറെ വഴിയില്ല. അതാണെങ്കിൽ ഇപ്പോൾ ആ ഡൈനോസറിനെ തടയാനായി അങ്ങനെ വലിയ സൈസിലായി മാറുകയാണ്. ആ ഡൈനോസർ ആണെങ്കിൽ ആ ഷീൽഡിൽ ആഞ്ഞു കടിക്കും. ഷീൽഡിനാണെങ്കിൽ ഒരു പോറൽ പോലും ഏൽക്കില്ല. ഇവിടെ സോറോ ആണെങ്കിൽ തന്റെ സ്വാഡുകളെടുത്ത് അങ്ങനെ തയ്യാറായി കഴിഞ്ഞു. അവൻ സാഞ്ചിയോട് എന്നെ അങ്ങനെ സ്വിങ് ചെയ്ത് അതിന്റെ അടുത്തേക്ക് വിടാനായിട്ട് പറയും. കോൾബർഗും സാഞ്ചിയും അവർ രണ്ടുപേരും ഫുൾ ഫോഴ്സിൽ ഇപ്പൊ സോറോയെ അങ്ങനെ സ്വിങ് ചെയ്ത് മുകളിലേക്ക് വിടുകയാണ്. സോറോ ആണെങ്കിൽ പറന്നു വന്ന് ആ ജൈന്റ് ഡൈനോസറിന്റെ കഴുത്തങ്ങനെ വെട്ടിയെടുക്കുകയാണ്. സോ ആ ഒരു മൃഗത്തിന്റെ കാറ്റ് അവിടെ പോയി അത് താഴേക്ക് അടിച്ചു വീഴും. ഇതിന്റെ പേര് ഗ്രാമത്തിലുള്ളവർ ഈ മൃഗത്തെ ഗ്രോക്യോസറസ് എന്നാണ് വിളിക്കുക. ഒരു ഗ്രാമത്തിലുള്ളവർക്ക് മുഴുവനായിട്ടും ഒരു ദിവസം ഇരുന്ന് തിന്നാനുള്ള വലിയൊരു ജയന്റ് മൃഗം. ഓൾഡ്ബർഗിനാണെങ്കിൽ അതിനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. ഇത് വളരെ ടേസ്റ്റിയാണ്. ഒരുപാട് ഫാറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് വേവിച്ച് കുക്ക് ചെയ്തെടുക്കാൻ അല്പസമയം എടുക്കും. പക്ഷേ ഒരു പാർട്ടിയിലൊക്കെ ഇത് മെയിൻ ഐറ്റമാണ്. ഇതിന്റെ ടേസ്റ്റ് അത് വേറെ ലെവലാണെന്ന് പറഞ്ഞ് വായിൽ വെള്ളമൂറി അവനാണെങ്കിൽ അതിനെ തന്നെ നോക്കുകയാണ്. അപ്പോഴായിരിക്കും നമ്മുടെ ആൾക്കാർ ആ ഷീൽഡിൽ ശ്രദ്ധിച്ച് നോക്കുക. അതിരിക്കട്ടെ, ഈ ഷീൽഡിന്റെ മെക്കാനിസം അതെന്താണ്, ശരിക്കും ഈ ഷീൽഡിന് ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ ഉണ്ടോ എന്ന് ചോദിക്കും. അതിന് കോൾബർഗ് ആണെങ്കിൽ ആ ഫ്ലാഷ് ബാക്ക് സ്റ്റോറി പറയും. എന്റെ പപ്പ ബിഗ് മോമിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ ആക്സിഡന്റ് ആയിട്ടാണ് ഇതിന് ജീവൻ ലഭിച്ചത്. അതിനുശേഷം ഈ ഷീൽഡ് എന്റെ പപ്പയുടെ ഓർമ്മയായി എന്നോടൊപ്പം തന്നെയുണ്ട്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര അത്ഭുതം തോന്നും. ഷ്യൂസും ഇതുപോലെ തന്നെയാണെന്ന് ഇപ്പോ സാഞ്ചി പറയും. അത് കേട്ട് ആ ഷീൽഡ് ആണെങ്കിൽ ഷോക്കാവും. നിങ്ങൾക്ക് ഷ്യൂസിനെ അറിയോ? വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഹോമീസിൽ ഒരു മെമ്പറാണ് ആ ഷ്യൂസ്. എനിക്കും അവൻ ഒരുപാട് പേടിയാണെന്ന് ആ ഷീൽഡ് ഇപ്പൊ നമ്മുടെ ആൾക്കാരോട് പറയും. ഇപ്പൊ ആ ബിഗ് മോമിന് ഷ്യൂസ് അവനാണെങ്കിൽ വെറും ഒരു ക്ലൗഡ് മാൻ ആയി നാമിയുടെ ആ ഒരു സ്റ്റിക്കിലാണുള്ളത്. ആ കാര്യം അവർക്കറിയില്ല. അങ്ങനെ അവരാണെങ്കിൽ അല്പനേരം ക്യാഷ്വലായിട്ട് സംസാരിച്ച് ഇപ്പൊ അവർ വെട്ടിയിട്ട ആ ഒരു ആനിമലിനെ തൂക്കിയിട്ട് അവിടുന്ന് കടന്നു പോവാണ്. നമ്മുടെ ജയന്റ് മാൻ കോൾബർഗ് ആണെങ്കിൽ ആനിമലിന്റെ വലിയ പോർഷൻ എടുക്കും. വെട്ടിയിട്ട കഴുത്തിന്റെ ഭാഗം അത് സോറോയും സാഞ്ചിയും ചേർന്ന് തൂക്കിയെടുത്ത് അവിടെ നിന്ന് കൊണ്ടുപോകും. കട്ട് ചെയ്ത് ഇവിടെ ലോക്കയെ കാണിക്കും. ലോക്കയാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അവരോട് തുറന്നു പറയാണ്. വേൾഡ് ഗവൺമെന്റിന്റെ ആൾക്കാരാണ് ഇവിടേക്ക് വന്നത്. അവരെന്നോട് അവരുടെ ടീമായിട്ടുള്ള നൈറ്റ്സ് ഓഫ് കോഡ് ഏറാനായിട്ട് ആവശ്യപ്പെട്ടു. ഞാൻ ചേരില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ ഇപ്രകാരം ആക്രമിച്ചു. ഖൈറുദ്ദീൻ ആണെങ്കിൽ ആദ്യം അത് കേട്ട് വിശ്വാസം വരില്ല. എങ്കിലും ലോക്കയ്ക്ക് 4 കിട്ടിയത് കാണുമ്പോൾ അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും. ലൂഫിയും ബാക്കിയുള്ള നമ്മുടെ ആൾക്കാർക്കൊക്കെ ഒരുപാട് അത്ഭുതം തോന്നും. എന്തിനായിരിക്കും വേൾഡ് ഗവൺമെന്റ് ഇപ്പൊ ഇവന്റെ സഹായം അത് ചോദിച്ചതെന്ന് അവർ ചിന്തിക്കും. അതേസമയം ഹൈറുദ്ദീൻ ആണെങ്കിൽ ഒക്കെയോട് പറയും, നീ ഈ ഐലാൻഡിന്റെ ഈ മൂലക്കിരുന്ന് ലോകത്തുള്ള എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിക്കുകയാണല്ലേ. ഒരുപാട് ശത്രുക്കളെ ഇതിനോടകം നീ ആക്കി കഴിഞ്ഞു. ഇങ്ങനെ പോവാണെങ്കിൽ ആരുടെങ്കിലും കൈകൊണ്ട് അധികം വൈകാതെ തന്നെ നീ മരിക്കും. എന്തായാലും കുഴപ്പമില്ല, നീ ഇതുപോലെ തന്നെ തല്ലുകൊണ്ട് മരിക്കുന്നത് കാണാനാണ് എനിക്കും ഏറെ ഇഷ്ടമെന്ന് പറഞ്ഞ് ഹൈറുദ്ദീൻ ആണെങ്കിൽ ലോക്കയെ നോക്കി ചിരിക്കും. അത് കേട്ട് ലോക്കിയാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, എന്നെ ഇവിടെ ലോക്ക് ചെയ്ത് ഇട്ടതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നത്. സത്യത്തിൽ ഈ ഒരു ഐലാൻഡ് ഭരിക്കേണ്ടവൻ ഞാനാണ്. ഞാൻ പഴയ അവസ്ഥയിലായിരുന്നെങ്കിൽ ഒരാൾ പോലും എന്റെ നേർക്ക് നേർ നിൽക്കില്ലായിരുന്നു. എല്ലാത്തിനെയും ഞാൻ തല്ലിക്കൊന്നേനേന്ന് അവനാണെങ്കിൽ ടെററായിട്ട് പറയും. ഇവിടെ ലൂഫിക്കാണെങ്കിൽ നൈറ്റ്സ് ഓഫ് കോഡ് അതെന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോഴായിരിക്കും നമ്മുടെ സോറോയും ടീമും അവർ പിടിച്ച ആ ഒരു ജയന്റ് ദിനോസറുമായിട്ട് അവിടേക്ക് വരിക. ഇതിൽ ഒരുപാട് പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ തന്നെ ഫാറ്റും. നീ പെട്ടെന്ന് തന്നെ ഓക്കെ ആവുമെന്ന് ഇപ്പൊ അവര് പറയും. സോറോ ആണെങ്കിൽ ഞാനാണ് ഇതിനെ കഷ്ടപ്പെട്ട് പിടിച്ചതെന്ന് പറയും. അത് കേട്ട് സാഞ്ചി ആണെങ്കിൽ ഇപ്പൊ സോറോയെ കളിയാക്കുകയാണ്. അതെ, അവൻ ഒറ്റയ്ക്ക് തന്നെയാണ് പിടിച്ചത്, കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു മാത്രം എന്ന് പറഞ്ഞ് അവനെ കളിയാക്കും. ഉടനെ സോറോ ആണെങ്കിൽ തിരിച്ച് ഇപ്പോ സാഞ്ചിയോട് ദേഷ്യപ്പെടുകയാണ്. കേർഡിനാണെങ്കിൽ അവരുടെ തർക്കമൊക്കെ കണ്ട് ചിരി വരും. സാഞ്ചിയും സോറോയും ആണെങ്കിൽ തർക്കം നിർത്താതെ 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ് അട്ടിയിട്ടി ബഹളം.
ലൂഫിയും ബാക്കിയുള്ളവരത് മൈൻഡ് ചെയ്യില്ല. ഗേർഡ് ആണെങ്കിൽ അവരുടെ ഇടയിലേക്ക് വന്ന് അവരെ സമാധാനിപ്പിക്കുകയാണ്. ഇവിടെ സ്റ്റാൻസൺ ആണെങ്കിൽ കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മരത്തിന്റെ തടികളും ചെറിയ കമ്പുകളൊക്കെ കൊണ്ടുവരും. അങ്ങനെ കുക്കിംഗ് സാമഗ്രികളൊക്കെ എത്തി. സോ ഇനി ഒട്ടും വൈകിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ആ ജയൻ ദിനോസറിനെ വലിയ പാത്രത്തിലിട്ട് കുക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കും. ഓൾബർഗ് ആണെങ്കിൽ കാര്യമായിട്ട് നല്ല നല്ല ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് അതിനെങ്ങനെ കുക്ക് ചെയ്തെടുക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ഓരോ മിനിറ്റ് ഇടവിട്ടും അതിലേക്ക് തന്നെ നോക്കും. അതിൻ്റെ സ്മെല്ലാണെങ്കിൽ അവൻ്റെ കൺട്രോൾ കളയുകയാണ്. അവനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ അവനോട് ചോദിക്കും, അത് റെഡിയായോ? എനിക്ക് കഴിക്കാനായിട്ട് ആവേശം കൂടിക്കൂടി വരുന്നു. അതിനവൻ പറയും, ഇല്ല, ഒരല്പസമയം കൂടെ വെയിറ്റ് ചെയ്യണം, എങ്കിലേ അത് കംപ്ലീറ്റ് ആവും. ചാഞ്ചി ആണെങ്കിൽ ദേഷ്യപ്പെടും, ലൂഫി നീ എപ്പോഴും റെഡിയായോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, റെഡിയായി കഴിയുമ്പോൾ നിനക്ക് തരുന്നു പറഞ്ഞ് ചാഞ്ചി ആണെങ്കിൽ ഫുഡ് റെഡിയായി എന്നൊരു വാക്ക് പറയേണ്ട താമസം ലൂഫി ആണെങ്കിൽ ആ കലത്തിൻ്റെ അടുത്തേക്ക് എടുത്തു ചാടും. ആ ചൂടുള്ള മീറ്റ് ഇപ്പൊ നമ്മുടെ ലൂഫി അവനങ്ങനെ വലിച്ചു വാരി തിന്നുകയാണ്. ലോക്കി നിനക്കുള്ള പീസ് അത് കിട്ടിയെന്ന് പറഞ്ഞ് അത് തൂക്കിയെടുത്ത് ലോക്കിയുടെ വായിലേക്ക് ഇട്ടു കൊടുക്കുകയാണ്. അവനാണെങ്കിൽ വാ പൊള്ളിപ്പോയി അങ്ങനെ നിലവിളിക്കും. ഉടനെ ചുറ്റുമുള്ളവരാണെങ്കിൽ ലൂഫിയോട് ദേഷ്യപ്പെടും, അത് തിളച്ച മീറ്റാണ്, ഓൾറെഡി അവൻ്റെ മുഖത്ത് മുഴുവൻ പരുക്ക് പറ്റിയിരിക്കുകയാണ്, അവൻ്റെ മുഖം വെന്തു പോകുന്നു പറയും. ലോക്കി ആണെങ്കിൽ വേദന കൊണ്ട് കരഞ്ഞുകൊണ്ടേയിരിക്കും. ലോക്കി എങ്ങനെയൊക്കെ കൈ ഉപയോഗിച്ച് ആ മീറ്റ് അങ്ങനെ തട്ടിമാറ്റും. നീ എനിക്ക് ഫുഡ് തരാൻ ശ്രമിക്കുകയാണോ, എന്നെ കൊല്ലാൻ നോക്കുകയാണോ ചോദിക്കും. അതിന് ലൂഫി പറയും, ചെറുതായിട്ട് ഒന്ന് പാളിപ്പോയി, എന്തായാലും അതെടുത്ത് വേഗം കഴിക്കാനായിട്ട് നോക്ക്, അതല്ല എങ്കിൽ നിന്റെ കാറ്റ് പോവും, പിന്നെ 3 വർഷം എടുത്ത് ഞങ്ങൾക്ക് വലിയ കുഴി കുഴിക്കേണ്ടതായിട്ട് വരുന്നു പറയും. അത് കേട്ട് അവനാണെങ്കിൽ ഇപ്പം ആ മീറ്റ് എങ്ങനെയൊക്കെയോ കടിച്ചു പറിച്ച് കഴിക്കാനായിട്ട് തുടങ്ങും. പക്ഷേ കിടന്ന് കഴിക്കുന്നതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ കംഫർട്ടബിളായിട്ട് കഴിക്കാൻ പറ്റില്ല. അതിലൊരു വലിയ പീസ് അവൻ്റെ തൊണ്ടയിൽ കുടുങ്ങി പോവാണ്. ഓ നോ, നിന്റെ തൊണ്ടയിൽ അത് സ്റ്റക്കായെന്ന് ചോദിച്ച് ഇപ്പൊ ലൂഫി ആണെങ്കിൽ ചൂടുള്ള ആ ഒരു വലിയ അണ്ടാവിൽ നിറയെ ചൂടുള്ള സൂപ്പുമായിട്ട് ഓടി വരും. ലോക്കിക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ ഭയം തോന്നും. നമ്മുടെ ലൂഫി അവനെല്ലാം തലതിരിഞ്ഞ് ചെയ്യുമെന്ന് ലോക്കിക്ക് നന്നായിട്ട് അറിയാം. ലൂഫിയുടെ കൈ പോലും ആ അണ്ടാവിൽ ടച്ച് ചെയ്യുമ്പോൾ പൊള്ളിപ്പോവും. ലോക്കി ആണെങ്കിൽ വിളിച്ചു പറയും, പ്ലീസ് ദയവ് ചെയ്ത് നീ അബദ്ധമൊന്നും കാണിക്കരുത്. പക്ഷെ ലൂഫി ആണെങ്കിൽ അതൊന്നും കേൾക്കാതെ ഇപ്പം ആ സൂപ്പുമായിട്ട് അങ്ങനെ ഓടി വരും. ഒരു കല്ല് തട്ടി അവനങ്ങനെ തെറിച്ച് വീഴുകയാണ്. കയ്യിലുണ്ടായിരുന്ന ആ സൂപ്പും അണ്ടാവും അതങ്ങനെ ലോക്കിയുടെ മുഖത്തേക്ക് തെറിച്ച് വീണ് അവൻ്റെ മുഖം മുഴുവൻ പൊള്ളി പോവാണ്. ഗേർഡ് ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. ഓൾറെഡി അവൻ്റെ ബോഡിയിൽ ഒരുപാട് പരുക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പം അതിനോടൊപ്പം അവൻ്റെ മുഖവും വായും ഒക്കെ തന്നെ പൊള്ളിപ്പോയിരിക്കുകയാണ്. ലോക്കി ആണെങ്കിൽ ലൂഫിയെ ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കും. ഇതിലും ഭേദം അവരുടെ കൈകൊണ്ട് തല്ല് കിട്ടി മരിക്കുന്നതായിരുന്നു. ഗേർഡ് ആണെങ്കിൽ ദേഷ്യപ്പെട്ട് ഇപ്പൊ ലൂഫിയെ വിളിക്കുകയാണ്. അവനാണെങ്കിൽ തല താഴ്ത്തി അവളോട് സോറി പറയുമ്പോൾ അവളാണെങ്കിൽ കണ്ണിറക്കി തംസപ്പ് കാണിക്കുകയാണ്. കാരണം അവർക്ക് ആർക്കും തന്നെ ലോക്കിയെ ഒട്ടും ഇഷ്ടമല്ല. അവന് കിട്ടുന്ന ഓരോ പണിയും അവരങ്ങനെ എൻജോയ് ചെയ്യുകയാണ്. അതിനുശേഷം ലോക്കിക്ക് ബാക്ക് സപ്പോർട്ടൊക്കെ കൊടുത്ത് അവരാണെങ്കിൽ ഫുഡ് കൊടുക്കും. ഇവിടെ റോഡോ പൈനാണെങ്കിൽ നൈസായിട്ട് ചിരിച്ചുകൊണ്ട് ഇപ്പൊ ലോക്കിയുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കാൻ ശ്രമിക്കും. പക്ഷെ ലോക്കി ആണെങ്കിൽ ടെററായിട്ട് അവനെ ഒന്ന് നോക്കും. അത് കണ്ട് റോഡോ പൈനാണെങ്കിൽ ഭയന്ന് പുറകിലേക്ക് മാറും. സോറോ ആണെങ്കിൽ എല്ലാവരോടും പറയും, ഈ ലോക്കി അവൻ ലൂഫിയെ ചീറ്റ് ചെയ്തു, ഷാങ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അത് പറഞ്ഞു കൊടുക്കാമെന്ന് ഇവൻ പറഞ്ഞു. അത് കേട്ട് ലോക്കി പറയും, ഷാങ്സ് എവിടെയാണെന്ന് എനിക്കിപ്പോഴും അറിയാം, പക്ഷെ അത് ലൂഫിയോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അത്ര മാത്രമാണ് ഞാൻ ചെയ്തത്. സോറയാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഞങ്ങൾ നിനക്ക് ഇത്രയധികം ഹെൽപ്പൊക്കെ ചെയ്തില്ലേ, പിന്നെ എന്തുകൊണ്ട് ഷാങ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നീ പറയുന്നില്ല? അത് കേട്ട് ലോക്കി പറയും, ഡീൽ ഈസ് ഡീൽ, എൻ്റെ കയ്യിലെയും കാലിലെയും ഹാൻഡ് കഫ് അഴിച്ചു തന്നാൽ മാത്രമേ ഞാൻ അവനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അത് പറയുകയുള്ളൂ. നിനക്ക് ഷാങ്സിനെ അത്രയ്ക്ക് ഇഷ്ടമാണോ എന്ന് അവൻ ലൂഫിയോട് ചോദിക്കും. അതിന് ലൂഫി പറയും, അതെ, ഞാൻ ചെറുപ്പത്തിൽ അവനെ കണ്ടതാണ്. സത്യത്തിൽ ലൂഫി ഷാങ്സിനോട് ചെറുപ്പത്തിൽ അവൻ്റെ പൈററ്റ് ടീമിൽ തന്നെ ചേർക്കുമെന്ന് ചോദിച്ചതുപോലെ നമ്മുടെ ലോക്കി അവനും മറ്റൊരു പൈററ്റിനോട് തന്നെ ആ പൈററ്റിൻ്റെ ടീമിൽ ചേർക്കുമോ എന്ന് ചോദിച്ചിരുന്നു. അന്ന് ഷാങ്സ് എന്താണോ ഉത്തരം പറഞ്ഞത് അതുപോലെ തന്നെ ആ ഒരു പൈററ്റ് മറുപടി പറഞ്ഞ് ലോക്കി പറഞ്ഞയച്ചു. പക്ഷെ ലോക്കി ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ ഇപ്പം ആ പൈററ്റിനെ വെല്ലുവിളിക്കും. അങ്ങനെയാണെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്ത് എന്നെ തോൽപ്പിക്കേ. അടുത്ത നിമിഷം ഇപ്പം ആ പൈററ്റാണെങ്കിൽ ചാടി എഴുന്നേറ്റ് ലോക്കി അറഞ്ചം പുറഞ്ചം തല്ലി താഴെയിടും. ആ ഒരു പൈററ്റിനോടൊപ്പം ഉണ്ടായിരുന്നത് സാക്ഷാൽ വൈറ്റ് ബിയർഡാണ്. ആ ഒരു പൈററ്റ് മാത്രം ആരാണെന്ന് ഇപ്പോൾ പറയില്ല. കട്ട് ചെയ്ത ലോക്കി ആണെങ്കിൽ എല്ലാവരോടും പറയും, ഞാൻ ജനിച്ചത് തെറ്റായിട്ടുള്ള ഒരു എറയിലാണ്. ഇവിടെ ലൂഫിയും ബാക്കിയുള്ളവരെല്ലാവരും മീറ്റൊക്കെ കഴിച്ച് അവൻ്റെ ബാക്ക് സ്റ്റോറി കേൾക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.